Good morning, my dear children. Welcome to 6th Standard English class. Today, we can start our new chapter, Unit 4. The name of this chapter is Work is Worship. Worship. The theme of this unit is Importance of Agriculture. കൃഷിയുടെ പ്രാധാന്യത്തെ പറ്റിയും കൃഷിക്കാരെ നമ്മൾ ആദരിക്കേണ്ടതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ യൂണിറ്റ്. Look at the picture in page number 103. Look at the picture. What do you see in the picture? എന്താ നിങ്ങൾ കാണുന്നത്? People are doing different kinds of work related to agriculture. കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ ആൾക്കാർ വിവിധ ജോലികൾ ചെയ്യുന്നതാണ് അല്ലേ? ഹാർഡ് വർക്ക് ഈസ് എസെൻഷ്യൽ ഫോർ പ്രോഗ്രസ് ഓഫ് അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യം എന്താണ്? ഹാർഡ് വർക്ക്. കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. Okay, look at the cartoon in page number 105. Look at the cartoon. Here are some pictures with dialogues. Read them carefully. Answer the questions that follow. This is a conversation between grasshopper and ant. Grasshopperum antum തമ്മിലുള്ള conversation ആണത്. Let us read. Grasshopper. Hello friends. Come and enjoy the summer delights. Ants. No, we must collect food for the rainy season. Grasshopper. Why bother about rainy days? We have plenty of food now. Ants. We have no time to play. We have to finish our duties. What do you understand from this cartoon? The ants are very busy. They are collecting food for rainy season. But what is grasshopper doing? Grasshopper invites them to enjoy these days and invite them to play. അവരെ കളിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് അല്ലേ? Why do the ants work hard? എന്തുകൊണ്ടാണ് ആൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്? They think about future. So they are collecting food for the rainy days. Rainy daysന് വേണ്ടിയിട്ട് അവർ ഫുഡ് കളക്ട് ചെയ്യണം. അവർ ഫ്യൂച്ചർ ഭാവിനെ പറ്റി ചിന്തിച്ചിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യണം. വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദ റെയിനി ഡേയ്സ്? വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദ റെയിനി ഡേയ്സ്? റെയിനി ഡേയ്സിൽ എന്ത് സംഭവിക്കും? സംടൈംസ് ദേ ഡിഡ് നോട്ട് ഗെറ്റ് ഫുഡ്. ചിലപ്പോൾ അവർക്ക് എന്ത് കിട്ടില്ല? ഫുഡ് കിട്ടില്ല എന്ന്. ഇഫ് യു ഹാപ്പൻ ടു സീ ദ ഗ്രാസ് ഹോപ്പർ, വാട്ട് അഡ്വൈസ് വിൽ യു ഗീവ്? നിങ്ങൾ ആ ഗ്രാസ് ഹോപ്പറിനെ കണ്ടുമുട്ടിയാൽ എന്ത് അഡ്വൈസാണ് കൊടുക്കാന്ന്? എന്ത് അഡ്വൈസ് ആവും നിങ്ങൾ കൊടുക്കുക? വർക്ക് ഹാർഡ്. ഹാർഡ് വർക്ക് ചെയ്യാനാണല്ലേ പറയുക. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പിക്ചർ. വാട്ട് ആർ ദീസ് പീപ്പിൾ ഡൂയിങ്? എന്താ അവർ ചെയ്യുന്നത്? ദേ ആർ ഡൂയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് അല്ലേ? ഹൗസ് ഹോൾഡുമായി ബന്ധപ്പെട്ട വിവിധ തരം ജോലികളാണ് അവർ ചെയ്യുന്നത്. Who does the work at home? ആരാണ് നമ്മുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യാറല്ലേ? ആരാ ചെയ്യാറ്? ഓൾ മെമ്പേഴ്സ്. എല്ലാവരും ചെയ്യാറുണ്ട് അല്ലേ? ആർ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക് ഹിയർ? എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടോ ജോലി ചെയ്യണമെന്ന്? ഉണ്ടോ? ഉണ്ട് അല്ലേ? യെസ്, ഓൾ ആർ റെസ്പോൺസിബിൾ. All the members are responsible for doing household works. Take next page. Okay, let us start our story. The title of our story is The Grain as Big as a Hen's Egg. The grain. What is the meaning of the word grain? Grain, ധാന്യം. ഒരു ധാന്യം ഒരു കോഴിമുട്ടയുടെ അത്ര വലിപ്പമുണ്ട്. അങ്ങനെ ഉണ്ടാവോ? Let us check. നമുക്ക് നോക്കാം. The discussion. All of you take page number 106. The discussion. Look at your textbook. One day, some children found in a ravine an object shaped like a grain of corn with a groove down the middle but as large as a hen's egg. One day, some children found, some children passing near a ravine. Ravine, താഴ്വര. Some children walking near the ravine,
an object shaped like a grain of corn. They got an object. അവർക്കൊരു ഒബ്ജക്റ്റ്, ഒരു വസ്തു കിട്ടി. ഇറ്റ് ഈസ് ലൈക്ക് എ ഗ്രെയിൻ ഓഫ് കോൺ. ഇറ്റ് ഈസ് ലൈക്ക് എ ഗ്രെയിൻ ഓഫ് കോൺ. ഒരു ധാന്യമണി പോലെയാണ്. കോണിൻ്റെ ഒരു ധാന്യമണി പോലെയാണ് അവർക്ക് കിട്ടിയത്. വിത്ത് എ ഗ്രൂ ഡൗൺ ദ മിഡിൽ ബട്ട് ആസ് ലാർജ് ആസ് ഹെൻസ് എഗ്. വിത്ത് എ ഗ്രൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വളവ് ഇൻ ദ മിഡിൽ ബട്ട് ആസ് ലാർജ് ആസ് ഹെൻസ് എഗ്. ഇത് ഹെൻസിൻ്റെ എഗ്ഗിൻ്റെ അത്ര വലുപ്പമുണ്ടായിരുന്നു. ഒരു ധാന്യം, ചോളത്തിൻ്റെ ഒക്കെ ഒരു ധാന്യം, ഒരു മണി പോലത്തെ ഒരു ധാന്യം അവർക്ക് കിട്ടി. ഇറ്റ് ഈസ് ആസ് ലാർജ് ആസ് ഹെൻസ് എഗ്. അതൊരു കോഴിമുട്ടയുടെ അത്ര വലുപ്പം ഉണ്ടായിരുന്നു. എ ട്രാവലർ passing by saw it. At that time, a traveler passing there, he saw it. He saw that object. He bought it from the children for a penny. He bought that object from the children. He gave a penny to the children. Penny എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് പൈസ, എത്രയോ പൈസ കുട്ടികൾക്ക് കൊടുത്തു. He took it to the town and sold it to the king as it was a curious one. He took it to the town and sold it to the king, and he said that it was a curious one. That traveler took it to the ടൗണിലേക്ക് കൊണ്ടുവന്നു. He sold it to the king. രാജാവിന് വിറ്റു. And he said that it was a curious thing. It was a curious വിചിത്രമായ, അത്ഭുതമായ ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് അത് രാജാവിന് വിറ്റു. The king called all his wise men and told them to find out what the thing was. The king called all his wise men പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? told them to find out what the thing it was. എന്താണ് ഈ വസ്തു എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. The wise man thought and thought but couldn't make head or tail of it. All the wise men thought and thought but they could not make a head and tail of it. Head and tail of it എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു പ്രയോഗമാണ്. വാലും തലയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് എന്ത്? head or tail of it. The wise man thought and thought but couldn't make head or tail of it. A few days later, when the thing was lying on a windowsill, a hen flew in and pecked at it till she made a hole in it. Then everyone saw that it was a grain of corn. A few days later, when the thing was lying on a windowsill, the wise man put that thing on near the windowsill. Windowsill എന്ന് പറഞ്ഞാൽ എന്താ? ജലൻ്റെ കരികിൽ വെച്ചു. A hen flew in and pecked at it and she made a hole in it. A hen made a hole in that thing. അതിനെന്തുണ്ടായി? she pecked it and made a hole in it. അതിനൊരു ഓട്ട ഉണ്ടാക്കി കൊത്തിയിട്ട്. Then everyone saw that it was a grain of corn. At that time everyone saw that it was a grain of corn. അപ്പോൾ എല്ലാവരും കണ്ടു എന്ത്? അതൊരു grain of corn ആയിരുന്നു, ഒരു ധാന്യമണി ആയിരുന്നു എന്ന് മനസ്സിലാക്കി. The wise man went to the king, said, "It is a grain of corn." The wise man went to the king. കിങ്ങിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? It is a grain of corn. ആ കോഴി കൊത്തിയിട്ട് അതിന് ഹോൾ ഉണ്ടാക്കിയപ്പോൾ അവർ കണ്ടൂലേ ആ കോണിൻ്റെ, ചോളത്തിൻ്റെ ധാന്യമാണെന്നുള്ളത്. അപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇറ്റ് ഈസ് എ ഗ്രെയിൻ ഓഫ് കോൺ. ഇതെന്താണ്? ഒരു ധാന്യമാണെന്ന് പറഞ്ഞു. At this, the king was much surprised. Seeing this, king was much surprised. Seeing this, ഇത് കണ്ടപ്പോൾ കിങ്ങിന് വളരെ അത്ഭുതപ്പെട്ടു. He ordered the learned man to find out when and where such corn grew. He ordered the learned man, wise man, പണ്ഡിതരോട് to find out when and where such corn grew. He ordered his wise man to find out when and where such corn grew. പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞു എപ്പോഴ് എവിടെയാണ് ഇതേ സൈസിലുള്ള കോണുകൾ ഉണ്ടായിരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. The learned man pondered again and searched in their books but could find nothing about it. So they returned to the king and said, "We can give you no answer."
The learned man pondered again. Pondered, think. Thought. Pondered, thought again. And searched in their books. അവർ ചിന്തിച്ചു, കുറേ ചിന്തിച്ചു. And searched in their books. അവരുടെ ബുക്സുകളൊക്കെ സെർച്ച് ചെയ്തു. But could find nothing about it. But they could not find about it. So they returned to the king and said. So they returned to the king. We can give you no answer. ഞങ്ങളുടെ മറുപടി ഒന്നുമില്ല എന്ന് പറഞ്ഞു രാജാവിനോട്. There is nothing about it in our books. You will have to ask the peasants. Perhaps some of them may have you heard from their fathers when and where a grain grew to such a size. There is nothing about it in our books. ഇതിനെ പറ്റിയിട്ട് ഞങ്ങളുടെ പുസ്തകത്തിലൊന്നും ഒന്നുമില്ല. You may have to ask the peasants. Peasants, കർഷകർ. You may have to the peasants. Perhaps some of them may have heard from their fathers when and where a grain grew such a size. അവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമോ അവരുടെ ഫാദേഴ്സിൽ നിന്ന് എവിടെയാണ് എപ്പോഴാണ് ഇതേ സൈസിലുള്ള ധാന്യങ്ങൾ ഉണ്ടായിരുന്നതെന്ന് അവർ ചിലപ്പോൾ അവരുടെ ഫാദേഴ്സിന് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് കർഷകരോട് ചോദിച്ചു നോക്കാനാണ് എന്ത് പണ്ഡിതർ പറഞ്ഞത്. So the king gave orders that some very old peasants should be brought before him. King gave orders. King എന്താ ഓർഡർ കൊടുത്തത്? ഓൾഡ് peasants should be brought before him. വയസ്സായ കർഷകരെ എന്താണ് രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. brought before him, രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. His servants found one such a man and brought him to the king. His servants, king's servants, രാജാവിൻ്റെ സർവൻസ് found one such a peasant. അതേപോലത്തെ വയസ്സായ ഒരു കർഷകനെ കണ്ടുപിടിച്ചു. and brought him to the king. brought before the king. കിങ്ങിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. He was old and bent, pale and toothless. He was old and bent. He was very old, so is bent. അയാൾ വളരെ വയസ്സായതായിരുന്നു, അതുകൊണ്ട് വളഞ്ഞതായിരുന്നു. pale and toothless. pale എന്ന് പറഞ്ഞാൽ എന്താ? വിളറിയ. toothless, പല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല അയാളുടെ വായിൽ. He could just manage to totter into the king's palace with the help of crutches. He could just manage to totter. totter എന്ന് പറഞ്ഞാൽ ആടി ആടി പോവുക. വയസ്സായിട്ട് ഇങ്ങനെ ആടി ആടി നടക്കില്ലേ? into the palace with the help of crutches. He is walking in the palace with the help of crutches. അയാൾ പാലസിൽ നടന്നത് എങ്ങനെയാണ്? with the help of crutches. crutches, ഊന്നുവടി. ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് അയാൾ നടന്നിരുന്നത്. അത്രയും വയസ്സായതാണ്, വളഞ്ഞതാണ്, വിളറിയ പല്ലുകളൊന്നുമില്ലാത്ത ഒരു ഫാമറായിരുന്നു അയാൾ. The king showed him to the grain, but the old man could hardly see it. The king showed him to the grain. The king എന്ത് ചെയ്തു? ആ ഗ്രെയിൻ അയാൾക്ക് കാണിച്ചു കൊടുത്തു. but the old man could hardly see it. the old man could not see it. hardly എന്ന് പറഞ്ഞാൽ നോട്ട്, ഇല്ല എന്നുള്ള അർത്ഥമാണ്. hardly see it. അയാൾക്കത് കാണാൻ തന്നെ കഴിയുണ്ടായിരുന്നില്ല. he took, however, and felt it with his hands. he took it, however. എങ്ങനെയൊക്കെയോ അയാൾ എന്തെടുത്തു? he took the grain and felt with his hands. and felt it with his hands. അയാൾ കൈ കൊണ്ട് ഇങ്ങനെ നോക്കിയില്ലേ? കണ്ണ് കാണാത്തവരൊക്കെ ഇങ്ങനെ നോക്കിയില്ലേ കൈ കൊണ്ട്? അതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കി. the king questioned him, saying, can you tell us, old man, where such grains grew? The king asked a question to him. Can you tell us, the old man, where such grains grew? എവിടെയാണ് ഇതുപോലത്തെ ധാന്യങ്ങൾ വളർന്നിരുന്നതെന്ന് ഒന്ന് പറയുമോ ചോദിച്ചു. Have you ever bought such corn or sown it in your field? Have you ever bought such corn? ഇങ്ങനത്തെ ഒരു കോൺ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? sown it in your field. നിങ്ങളുടെ വയലിൽ വിതച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. The king asked two questions to the old man. ഓൾഡ് ഫാമറിനോട് 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. where such grains grew? have you ever bought such corn or sown it in your field? എവിടെയാണ് ഇത് വളർന്നത്? എന്തെങ്കിലും ഇത് വാങ്ങിച്ചിട്ടുണ്ടോ? ഇതേപോലത്തെ ധാന്യം വിതച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. the old man was so deaf that he could hardly hear what the king said
and only understood with great difficulty. The old man was so deaf. അയാൾ എന്തായിരുന്നു? ഡഫായിരുന്നു. എന്താണ്? ചെവി കേൾക്കുന്നില്ല. So he could hardly hear. He could not hear what the king said. അയാൾക്ക് കിങ് എന്താണ് പറഞ്ഞതെന്ന് പോലും കേൾക്കാൻ സാധിച്ചില്ല. ഓൺലി അണ്ടർസ്റ്റുഡ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. അയാൾ വളരെ പ്രയാസപ്പെട്ട് മനസ്സിലാക്കി വാട്ട് ദ കിങ് സെഡ്, എന്താണ് രാജാവ് പറഞ്ഞതെന്ന്. നോ, ഹി ആൻസേർഡ് അറ്റ് ലാസ്റ്റ്. അറ്റ് ലാസ്റ്റ് ഹി ആൻസേർഡ് നോ. I never sowed nor reaped any like this in my field, nor did I ever buy any such. I never sowed or reaped any like this. ഞാൻ ഒരിക്കലും സോ ചെയ്യുക, വിതയ്ക്കുകയോ റീപ്പ് കൊയ്യുകയോ ചെയ്തിട്ടില്ല ഇതുപോലത്തെ ഒരു ധാന്യത്തെ. നോർ ഡിഡ് ഐ എവർ ബൈ എനി സച്ച്. ഇതുപോലത്തെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ട് പോലുമില്ല. വിതയ്ക്കാനായിട്ട് വിത്തായിട്ട് ഇതുപോലത്തെ ഒരു ധാന്യം വാങ്ങിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. വെൻ വി ബോട്ട് കോൺ ദ ഗ്രെയിൻസ് were always as small as they are now. വെൻ വി ബോട്ട് കോൺ, ഞങ്ങൾ ധാന്യങ്ങൾ ഒക്കെ വാങ്ങിക്കുമ്പോൾ they were as small as they are now. അത് ഇപ്പോഴത്തെ പോലത്തെ സ്മോൾ തന്നെയായിരുന്നു. ബട്ട് യു മൈറ്റ് ആസ്ക് മൈ ഫാദർ, ഹി മൈറ്റ് നോ where such grains grew. യു മൈറ്റ് ആസ്ക് മൈ ഫാദർ. രാജാവിനോട് പറയും യു മൈറ്റ് ആസ്ക് മൈ ഫാദർ. എൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്കൂ. ഹി മൈറ്റ് നോ സച്ച് ഗ്രെയിൻസ് ഗ്രൂ. ചിലപ്പോൾ അച്ഛൻ അറിയായിരിക്കാം എവിടെയാണ് ഇതുപോലത്തെ ഗ്രെയിൻസ് വളർന്നിരുന്നതെന്ന്. അപ്പോൾ ലെറ്റ് us stop here. All of you read this part, the part discussion again. Underline the difficult words in your textbook. Lot of difficult words in this part. All of you read this part again and again. Underline the difficult words. Write the difficult words in your notebook. Write the difficult words in your notebook. Don't forget to write the difficult words in your notebook. മറക്കാതെ എഴുതണം. Try to find out the side questions. 3 side questions. The answers of 3 side questions. Okay. ഈ 3 side questionsൻ്റെ ആൻസർ കൂടി കണ്ടെത്തണം. Okay. Thank you.